ഹലോ നമസ്കാരം. നമുക്കിന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കിയല്ലോ. അതിനായിട്ട് ഇഞ്ചി കുനുകുന അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകിയതെടുക്കുക. തേങ്ങ നമ്മൾ അനീവനായിട്ടല്ല കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് ഈവനായിട്ട് കിട്ടും. ഈവനായിട്ട് നമുക്ക് ഗോൾഡൻ കളറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇഞ്ചി അരിഞ്ഞത് എണ്ണയിലിട്ടൊന്ന് വറുക്കുക. അതൊരു ഗോൾഡൻ കളറായി വരും. അതാണ് നമ്മുടെ പാകം. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്നവരെ അതൊന്ന് ഇളക്കുക. ഇതിനാകെ വേണ്ട മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മല്ലിപ്പൊടിയും മുളക് പൊടിയാണ്. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. ആ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നവരെ അതൊന്ന് ഇളക്കിയെടുക്കുക. ഓക്കെ, മല്ലിപ്പൊടിയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ പാനിൽ വീണ്ടും ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ നമ്മൾ ആവശ്യത്തിന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വറുത്ത് വെച്ചാൽ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യണം. ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കുറുകുന്നവരെ, ആ സത്തിറങ്ങുന്നവരെ ഒന്ന് ഇളക്കുക. കുറുകി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി എന്ത് ചെയ്യുന്നു, റെഡി ആവുന്നു. നമ്മുടെ ടേസ്റ്റി ഇഞ്ചിക്കറി റെഡി.